പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു കോപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളിന്ന് കോപ്പി അടിക്കാൻ പോകുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതെടുത്ത ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ച് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫോട്ടോ അനലൈസ് ചെയ്യുമ്പോൾ കാണാവുന്നത് കയ്യിലൊരു നോട്ട് പാഡുണ്ട്. ഫോട്ടോ അത്യാവശ്യം ഡാർക്കായിട്ടൊരു ഫോട്ടോയാണ്. പിന്നെ അതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലോറൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യമേ ഫോട്ടോ എടുക്കാൻ പോകാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ തപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എക്സ്പോഷർ കൺട്രോൾ ചെയ്ത് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫോട്ടോ ഇപ്പം പിക്സാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. അതിനൊരു ടൂൾസ് എടുക്കാം. മണ്ട തന്നെ ക്രോപ്പിൻ്റെ ടൂളുണ്ട്, അത് സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ക്രോപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി അടുത്തത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെറ്റ് ചെയ്യുക. ആ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സ്പ്ലോറർ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സൈഡിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അത് മൾട്ടിപ്ലൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൃത്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമുക്ക് ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്കിത് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ലൈറ്റ്റൂമിൽ കയറ്റി നമുക്കിത് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. അതിൻ്റെ മണ്ടതായിട്ട് സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗാലറിയോട് സേവ് ആയിട്ടാണ്. നമുക്ക് ഇനി അടുത്ത ലൈറ്റ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മൾ ലൈറ്റ്സിലേക്ക് പോവാം. ലൈറ്റ്സ് ഇട്ട ശേഷം ഞാൻ ഇവിടെ എക്സ്പ്രഷൻ ഒരു പൊടിക്ക് കൂട്ടുവാണ്. ശേഷം കോൺട്രാസ്റ്റ് ഞാൻ ഇവിടെ പൊടിക്ക് കുറച്ചു. ഹൈലൈറ്റ്സിന് വേണ്ടി പൊടിക്ക് കുറച്ചു. ഷാഡോസ് ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. വൈറ്റ്സിന് ഒരു പൊടിക്ക് കുറച്ചു. ബ്ലാക്സിന് ഏകദേശം ഒരു 33 രൂപ കുറച്ചിട്ടുണ്ട്. അതിനുശേഷം കേപ്പ് ടൂൾ എടുക്കുക. പക്ഷേ അടിയിലത്തെ പോയിൻ്റ് അത്യാവശ്യം സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം താഴത്തെ ലൈൻ ചെറുതായിട്ട് നോക്കുക. സെൻറ്റർ ലൈൻ ഇങ്ങനെ പോക്കുക. ഇവിടെ ഒരു പൊടിക്ക് കുറയ്ക്കുക. അപ്പം നമ്മുടെ കേപ്പ് ടൂളിലെ പരിപാടി കണ്ടിട്ടുണ്ട്. നമുക്കിനി ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കളർ ടൂളിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ടൊരു പൊടിക്ക് കൂട്ടാം. ടെമ്പറേച്ചർ വൈബ്രൻസ് ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. സാച്ചുറേഷൻ ഒരു 23 രൂപ കുറച്ചു. അതിനുശേഷം മിക്സ് ടൂൾ സെലക്ട് ചെയ്യുക. മിക്സ് ടൂൾ സെലക്ട് ശേഷം ഓറഞ്ച് കാണാം. ഓറഞ്ച് ഏകദേശം സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറച്ചുണ്ട്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി. റെഡ് സെലക്ട് ചെയ്യുക. റെഡിൻ്റെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറച്ചിട്ട് ലൂമിനൻസ് ഞാൻ അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. യെല്ലോ സെലക്ട് ചെയ്യുക. യെല്ലോ സെലക്ട് ചെയ്യാൻ ഇവിടെ ഡൗൺ ചെയ്തിട്ടാണ് സാച്ചുറേഷൻ. ഗ്രീൻ സെലക്ട് ചെയ്യുക. ഗ്രീൻ സെലക്ട് ശേഷം സാച്ചുറേഷൻ കൂട്ടുക. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടുക. അതിനുശേഷം അക്വ സെലക്ട് ചെയ്യുക. അക്വേൻ്റെ അത് സാച്ചുറേഷൻ ഒരു പൊടിക്ക് ഞാൻ അവിടെ കുറയ്ക്കുകയാണ്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി. അതിനുശേഷം ബ്ലൂ സെലക്ട് ചെയ്യുക. ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ അവിടെ ഒരു പൊടിക്ക് കുറച്ചു. ലൂമിനൻസ് ഞാൻ ഒരു പൊടിക്ക് കൂട്ടുകയാണ്. നമുക്ക് ഡൺ കൊടുക്കാം. അതിനുശേഷം അടുത്തത് എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിൻ്റെ അത് ക്ലാരിറ്റി ഞാൻ അവിടെ പൊടിക്ക് കൂട്ടി. ഡീഹേഴ്സ് ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. വിഗ്നൈറ്റ് ഒരു പൊടിക്ക് കൂട്ടുക. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്യുക. നമുക്ക് ഏകദേശം 242 റേഞ്ച് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അത് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ന്യൂസ് റെഷൻ ഒരു പൊടിക്ക് കൂട്ടാം. കളർ ന്യൂസ് റെഷൻ ഒരു പൊടിക്ക് കൂട്ടാം. സ്മൂത്ത്നെസ്സിനെ അവിടെ പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്.
അപ്പം നമ്മുടെ എഡിറ്റിംഗ് കണ്ടിട്ടുണ്ട്. നമുക്കിനി ബിഫോർ ആഫ്റ്റർ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പുതിയൊരു വീഡിയോ പിന്നെ കാണാം.